ഇന്നത്തെ നമ്മുടെ വിഭവം കാണുമ്പോൾ ചിലർക്കെങ്കിലും അയ്യേ കുയ്യേ എന്നൊക്കെ തോന്നും. കാരണം എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയുള്ളൊരു സാധനമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആണ്ടിലും സംക്രാന്തിക്കൊക്കെ ഞങ്ങൾ വാങ്ങാറുണ്ട്. ഇത് ശ്വാസകോശമാണെന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. പതപ്പം എന്നാണ് ഇതിനിവിടെ പറയുന്നത്. നമ്മളിവിടെ ചിക്കനൊക്കെ മേടിക്കുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ ഇത് ഇടയ്ക്കൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. ഇത് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയാക്കിയിട്ട് കഷ്ണങ്ങളാക്കി നല്ലതുപോലെ കുറേ വെള്ളത്തിൽ ഒലച്ച് കഴുകിയെടുക്കണം. പിന്നെ ഏറെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ കുക്കറിൽ ഒരു 7-8 വിസിൽ വരെ ഞാൻ വേവിച്ചെടുക്കുവേ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ബീഫൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഇത് നല്ലപോലെ ഡ്രൈ ഫ്രൈ ആക്കി എടുത്താൽ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇത് മോശം കാര്യമൊന്നും അല്ല. ഇതിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ഹൃദയാരോഗ്യത്തിനും അയണും സിങ്കും ഒമേഗ 3 ഫാറ്റി ആസിഡും ഒക്കെ ഉണ്ട്. അപ്പോൾ HB കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കിതൊക്കെ ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഇത് വാങ്ങിച്ച് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചതാണ് കേട്ടോ. ഇതിൽ പ്രോട്ടീനും അയണുമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഗുണഗണങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്ത് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മീറ്റ് മസാലയാണ് ഞാൻ ചേർത്തത്. അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന പീസെല്ലാം കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഇട്ടു. ഇനി ഇത് നമുക്കിഷ്ടമുള്ള അത്രയും ഫ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് ഇത്തിരി വാട്ടുകപ്പയുടെയൊക്കെ കൂടെ വിളമ്പി അങ്ങോട്ട് കഴിക്കണം.